ഇന്ന് നമ്മൾ തേക്കടിക്ക് പോവാണേ. പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് അടിപൊളി ആലു പറാത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. തേക്കടിയിലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള റിസോർട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളും നല്ല നല്ല എക്സ്പീരിയൻസസും പിന്നെ എൻ്റെ മനോഹരമായ ഒരു 1.5 വീഴ്ചയും പരിക്ക് പറ്റിയ വിശേഷങ്ങളും ഒക്കെ നിറഞ്ഞ സംഭവബഹുലമായിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് 6 മണിക്ക് പോകണം. 5 മണിക്ക് എണീറ്റ് ആലു പറാത്ത ഉണ്ടാക്കാൻ പോവാണ്. 2-3 ഉരുളക്കിഴങ്ങ് ഒന്ന് വൃത്തിയായിട്ട് കഴുകി മുറിച്ചിട്ട് വെള്ളം ഒഴിച്ച് പുഴുങ്ങാനായിട്ട് വെക്കാം. ഒരു 5-6 വിസിലൊക്കെ വന്നോട്ടോ. നന്നായിട്ട് വെന്ത് വരണം. നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ജാറടച്ച് ആ ഒരു പ്രസ് ബട്ടൺ വെച്ച് 2-3 പ്രസ്, ഒരു കർ ഇല്ലേ, അത്ര മാത്രം പ്രസ് ചെയ്ത് അടിച്ചിങ്ങെടുക്കാം. ഒരുപാട് സമയം വെച്ച് അടിക്കരുത്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉരുണ്ട് വരും കേട്ടോ. അപ്പോൾ ഉരുണ്ട് ഇങ്ങനെ വന്നിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കുഴഞ്ഞിട്ടുണ്ടാവും. അത് മതി. ഇത് നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത 1 കപ്പും കൂടെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറും വെള്ളവും ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്ത് സ്റ്റീലിന്റെ സ്ക്രബ് വെച്ച് അങ്ങ് കഴുകി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം തന്നെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പണി തീർന്നു. ഇപ്പം ഈ മാവ് കുറച്ചൊരു ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. 2-3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങ് കുഴച്ചാൽ മതി. പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. കൈക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മളെ പരുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടങ്ങ് കട്ടിയാവരുത്, ഒരുപാടങ്ങ് ലൂസും ആവരുത്. നമ്മളിപ്പം ഞെക്കുന്ന സമയത്ത് കുഴിഞ്ഞിരിക്കണം, എന്നാൽ കയ്യെ പറ്റരുത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം. കയ്യെ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടിയിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്താൽ മതി. അതവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഒന്നുകിൽ ഇത് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഇഞ്ചി കടിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഞാനിതങ്ങ് എടുത്തങ്ങ് മാറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ചതച്ചിടുന്നത്. ചതച്ചിടുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും. ഒരു 2 പച്ചമുളക് കീറിയതും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞും മൊരിഞ്ഞൊന്നും പോകരുത്. നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ആ സമയത്ത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് തൊലി കളഞ്ഞെടുത്ത് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ കട്ടകളില്ലാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഉടയ്ക്കാനായിട്ട് മിക്സിയിൽ അടിക്കരുത് കേട്ടോ. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ വലിഞ്ഞ് ഒരു പശ പോലെയായി പോകും. വേണമെങ്കിൽ കൈ വെച്ചങ്ങ് ഉടച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണും ശകലവും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മൂക്കുമ്പം നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നല്ല ഫ്ലേവർ വന്നോളൂ അതിലേക്ക്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണ് ചേർക്കണമെന്നില്ല. എന്നിട്ട് 1 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെയും കൂടെ ഫ്ലേവർ നന്നായിട്ടൊന്ന് വരട്ടെ. ഇത് മതി. ഇതൊന്നെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുകയാണ്. പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാനാണ്. സമയമുണ്ടെങ്കിൽ അതിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഞാൻ പച്ചമുളകും ഇഞ്ചിയുടെ കഷ്ണങ്ങളും ഒക്കെ എടുത്ത് മാറ്റുകയാണ്. വലിയ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും വേണേൽ എടുത്ത് മാറ്റാം. ഞാൻ അതൊരു 8 ഭാഗിച്ചിട്ട് അങ്ങ് ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകും. മാവും അതുപോലെ തന്നെ 8 ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഉരുളകളെടുത്ത് ഗോതമ്പ് പൊടിയിൽ തന്നെ ഒന്ന് മുക്കി ഒന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. അപ്പോൾ ഇതുപോലെ കുഴച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല പരത്താനായിട്ട്. ഇത്രയും ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടെടുത്ത് ഉള്ളിൽ വെച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞൊറിഞ്ഞെടുത്ത് അങ്ങ് വെച്ച് എല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിച്ചൊന്ന് നല്ല പിച്ച് കൊടുത്ത് നന്നായിട്ട് അവിടെ പ്രസ് ചെയ്ത് അവിടെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കങ്ങ് പൊടിയിട്ടങ്ങ് പരത്താം. ഒരുപാടങ്ങ് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഒരുപാടങ്ങ് പരത്തി ആ ഉരുളക്കിഴങ്ങും മാവ് കൂടെ ഒരുമിച്ച് അങ്ങ് ആയിപ്പോവും. ഇത് പക്ഷെ അങ്ങനെ ആവരുത്. നമുക്കത് നന്നായിട്ട് പൊങ്ങി വരണം. ഇത്രയും മതി. ഇതാ നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കിട്ടുന്നുണ്ട്. നല്ല ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലേക്ക് ഇതിട്ട് കൊടുക്കാം. ആ സമയത്ത് അടുത്തത് നമുക്ക് പരത്തിയെടുക്കാം. എപ്പോഴും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള തവയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആ സൈഡൊന്ന് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗവും ചെറിയൊരു ബ്രൗൺ സ്പോട്ടൊക്കെ വരുമ്പോൾ വേണം നമ്മൾ അടുത്തത് മറിച്ചിട്ട് കൊടുക്കാൻ. ഇനി ഇതങ്ങ് പൊങ്ങി ഇങ്ങനെ വരുവേ. അതിൻ്റെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇനി നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് ഇങ്ങനെ എടുക്കാം. അപ്പം പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ ഓയിലൊക്കെ തേക്കാവുള്ളൂ. അപ്പോൾ കാണാനും നല്ല ഭംഗിയും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഫസ്റ്റ് ആലു പറാത്ത ആയിട്ടുണ്ട്. അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം.
ഇതിപ്പോൾ കൊണ്ടുപോകാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ നമ്മുടെ ആലു പറാത്ത എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് തുറന്ന് കാണിച്ചു തരാം. വേണ്ട, ഇങ്ങനെ നമുക്ക് പൊളിച്ച് ഉള്ളിലത്തെ മസാലയും കൂട്ടി കഴിക്കാം, ഇല്ലെങ്കിൽ ഒരുമിച്ചെടുത്ത് കഴിക്കാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ സാധാരണ എല്ലാവരും സാലഡൊക്കെ വേണം, പക്ഷേ നമ്മുടെ ഈ ആലു പറാത്തയ്ക്ക് സാലഡ് ഒന്നും ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടകളിലൊന്നും പോയി ആലു പറാത്ത കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ രുചി കിട്ടില്ല അതിന്. അസാധ്യ ടേസ്റ്റാണ്, അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ചിക്കു പറഞ്ഞതുപോലെ. അപ്പം ഇതെല്ലാം എടുത്തൊന്ന് പാക്ക് ചെയ്ത് കാസറോളിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പേപ്പർ പ്ലേറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. പിന്നെ ഞങ്ങൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു എല്ലാം കൂടി, അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മഴയില്ലായിരുന്നു, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ആലു പറാത്തയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു ആലു പറാത്ത. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തേക്കടിയിലെത്തി. ഒരു 3 മണിയൊക്കെ ആയിട്ടോ. നേരത്തേക്ക് നല്ല വിശപ്പുണ്ട്. ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചില്ല. ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ലഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേറ്റ് ആവുമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ തേക്കടി റിസോർട്ടിലെത്തി. പോയട്രി എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവർ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നത് ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് തരികയാണ്. ശരിക്കും ഒരുപാട് തണുപ്പില്ല, എന്നാലും തണുപ്പുണ്ട് ആ ഒരു ക്ലൈമറ്റ്. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചെറിയൊരു നല്ല സുഖമുള്ള തണുപ്പാണ്. അപ്പം മഴയൊക്കെ തുടങ്ങിയല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര മഴയും നമുക്ക് താങ്ങാൻ പറ്റാത്ത തണുപ്പൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ കാണാനുള്ളത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഇവിടുന്ന് തന്നെ കാണുന്നുണ്ട് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. അത് കുറേ കാലമായിട്ട് വിചാരിക്കുന്ന ഇൻഫിനിറ്റി പൂളിലൊന്ന് ഇറങ്ങണമെന്നുള്ളത്. പിന്നെ ഞങ്ങൾ യാത്ര ഒക്കെ ആയതുകൊണ്ട് ചുരമൊക്കെ കയറി വരുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് സാധാ ചോറും കറികളും ഒക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറും മീൻകറിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫ്രൂട്ട് സലാഡും ചീസ് കേക്കും ഒക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. ബഗ്ഗിയിലാണ് കേട്ടോ റൂമിലേക്ക് പോകുന്നത്. നമ്മുടെ സാധനങ്ങളെല്ലാം അതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. പുറമേ നോക്കുമ്പോൾ ഇത്രയും ഭംഗിയുള്ളൊരു റിസോർട്ടാണ് എന്ന് നമുക്ക് തോന്നുകയില്ല. അത് വഴികളൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഇൻഫിനിറ്റി പൂളിൻ്റെ താഴ്ഭാഗത്തുകൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ട്. പിന്നെ അത് ബഗ്ഗിൻ്റെ മുകളിലേക്കാണ് വീഴും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലേ ചിലപ്പോൾ നമ്മുടെ മേത്തും വീഴും. ഇതിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ റൂം എത്തിയിട്ടുണ്ട്. 501 ആണ്. കോട്ടേജാണ് കേട്ടോ എടുത്തത്. കോട്ടേജ് എപ്പോഴും എനിക്കിഷ്ടം. റിസോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് കൂടുതലും കോട്ടേജിൽ താമസിക്കാനാണ് ഇഷ്ടം, സാധാ റൂമിൽ താമസിക്കുന്നതിലും. ഇവിടുന്ന് ഒരു സ്റ്റെപ്പുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പാലം പോലെ ഉണ്ട് നമ്മുടെ കോട്ടേജിലേക്ക്. കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മളിതിൽ കയറുന്നത്. അടിപൊളി റൂമാണ് കേട്ടോ. കയറിയപ്പോഴത്തേക്കും തന്നെ ഒരു എന്താ പറയുക, നല്ല സ്പേഷ്യസ് ആണ്. നല്ലൊരു വൈറ്റ് തീമിലുള്ള ഒരു റൂം. സൈഡിലുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷൻ്റെ മുകളിലെ ഫ്രെഡ് കട്ടൊക്കെ അടിപൊളി, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലാസിൻ്റെ ഡോറാണ്. നല്ല അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ്. അവിടെ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് താഴെയൊക്കെ കുറേ കോട്ടേജസ് കാണാം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. ഓരോ കോട്ടേജിലേക്ക് പോകേണ്ട വഴികൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വാഷ്റൂമിലേക്ക് കയറാം. ഇപ്പം ഏത് റൂമിൽ ചെന്നാലും ഞാൻ ആദ്യം കയറി നോക്കുന്നത് വാഷ്റൂം ആയിരിക്കും. അത് നീറ്റാണോ എന്നുള്ളതൊന്നും അറിഞ്ഞാലേ സമാധാനം ഉണ്ടാവുള്ളൂ. വാവ്, ഇതാണ് ബാത്റൂം. അടിപൊളി വലിയൊരു ബാത്റൂമാണ്. ഓടിക്കളിക്കാം, അത്രയും വലിയ ബാത്റൂം. 2 വാഷ് ബേസിനും വലിയൊരു മിററും ഒക്കെ ആയിട്ടുള്ളൊരു ബാത്റൂം. ഷവർ ഏരിയയിൽ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ബാത്റൂം ടൂർ തന്നെ ഒരു ദിവസം കാണിക്കേണ്ടി വരും. അത്രയും സംഭവങ്ങളുണ്ട് ഇതിൽ. ഹെയർ ഡ്രയറും എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും കയ്യും വീശി ഇങ്ങോട്ട് വന്നുവെച്ചാൽ മതി. പിന്നെ ഇവിടെ ഒരു വലിയ നീളൻ മിററുള്ള ഒരു കബോർഡുണ്ട്. കബോർഡിൽ റോബുണ്ട്, അയൺ ബോക്സും അയൺ ടേബിളൊക്കെ ഉണ്ട്. പിന്നെയാണ് ഞങ്ങൾ ഇവിടെ ഈ ഉള്ള ഒരു ഡോറ് ശ്രദ്ധിച്ചത്. നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്ന ഡോറിൻ്റെ അടുത്ത് തന്നെ അടുത്തൊരു ഡോറുണ്ട്. പിന്നെ അതിലേക്ക് കയറുന്ന സമയത്ത് ഇടനാഴി കൂടെ പോകുന്ന പോലത്തെ ഒരു പ്രതീതിയുള്ള സ്റ്റെയറാണ്. അപ്പോൾ ഞങ്ങൾ എന്താ സംഭവം മനസ്സിലാകാതെ ഞങ്ങളിങ്ങനെ കയറി പോയതാണ്. അവിടെ കയറിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത് ശരിക്കും. ജാക്യൂസി ഉള്ള റൂമാണത്. ഞങ്ങൾ ജാക്യൂസി ഉണ്ടെന്ന് അറിയാമെന്നെങ്കിലും ഇത്രയും വലിയൊരു റൂമിലാണ് ഈ ജാക്യൂസി വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു റൂമാണ്. വലിയ മിററുണ്ട്, നല്ല വാൾ പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ വലിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. താഴത്ത് അതേപോലെ തന്നെ ഉള്ള വലിയൊരു ബാൽക്കണി. ശരിക്കും ഇത് കണ്ടിട്ട് ഇവിടുന്ന് പോകാനേ തോന്നില്ല. അത് ആ പോകുന്ന കാര്യം അല്ലെങ്കിൽ അയ്യോ പോകണ്ടായിരുന്നു എന്ന് തോന്നും.
പിന്നെ ഇതാ ചിക്കു ഇവിടെ വന്നിരുന്നിട്ട് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ പൊളിച്ച് എല്ലാം വലിച്ച് വാരി ഇടുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. എന്തായാലും നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷമായില്ലേ, ചെറുതായാലും വലുതായാലും. നമുക്ക് 7 Up ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയതാണ്. കുറച്ച് സന്ധ്യ ആയിട്ടോ, അപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുടയൊക്കെ പിടിച്ചാണ് ഇറങ്ങി പോകുന്നത്. പക്ഷെ അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയത്ത് ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് ഈ ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. നേരത്തെ ഒരു തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് അതിൽ കൂടെ ഇങ്ങനെ ഈ വഴിയിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ല ഭംഗിയുള്ള വഴികളും ചെറിയ ചെറിയ കോട്ടേജസൊക്കെ സൈഡിലായിട്ടും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇവിടെ ശരിക്കും എത്ര സൈലൻസാണെന്നറിയോ. ഇവിടെ മിക്കവാറും എല്ലാ കോട്ടേജസും ഫുള്ളാണ്. എന്നാൽ പോലും ഒരു ബഹളമോ അങ്ങനെ ഒരു ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ബഗ്ഗി ഉണ്ടായിരുന്നു, ബഗ്ഗി വിളിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ശരിക്കും തേക്കടിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയല്ല. അത് നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇതിലേ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ നാഗവല്ലിയുടെ പാട്ട് കേൾക്കുന്ന പോലെ പാട്ട് കേൾക്കുന്നു. ഇതെവിടെ നിന്നാണ് നാഗവല്ലിയുടെ പാട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. നാഗവല്ലിയുടെ എല്ലാ ഒരു ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്നു. അപ്പോഴാണ് കോൺഫറൻസ് ഹാളിൽ നിന്നാണെന്ന് മനസ്സിലായി. ഞങ്ങൾ കയറി നോക്കിയപ്പോൾ അവിടെ ഡാൻസ് നടക്കുകയാണ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസാണ്. അതിപ്പോൾ ഇവിടെ എല്ലാ ദിവസവും മോഹിനിയാട്ടം ഉണ്ടാവും, കുച്ചിപ്പുടി, ഭരതനാട്യം, ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ഫോംസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മളിപ്പോൾ ഫോറിനേഴ്സൊക്കെ വരുന്ന നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നമ്മുടെ ഒരു കല പരിചയപ്പെടുത്തി കൊടുക്കുക, നമ്മുടെ കൾച്ചർ പരിചയപ്പെടുത്തി കൊടുക്കുന്നുള്ള ഒരു ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു. അത് നല്ലൊരു കൺസെപ്റ്റായിട്ട് തോന്നിയിട്ട് സാധാരണ ഇങ്ങനെയുള്ള റിസോർട്ടുകളിലൊന്നും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാംസ് ഒന്നും വെച്ച് കാണാറില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പെർഫോം ചെയ്ത കുട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ ഒരു ഷോപ്പുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സാരിയും ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി ഡിന്നർ കഴിക്കാനായിട്ട്. ഡിന്നറിന് ബുഫേ ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ്, പുലാവ്, പാസ്ത, പിന്നെ റോട്ടി, പനീർ ബട്ടർ മസാല, ചിക്കൻ കറി, പലതരത്തിലുള്ള സാലഡ്സ്, പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. ഞാൻ ഒരു പ്രാവശ്യം എടുത്ത് രണ്ടാമതും എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇത് പലതരത്തിലുള്ള സാലഡ്സ് ആണ്. പിന്നെ കരീബിയൻ ചിക്കൻ സാലഡ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ക്ലിയർ സൂപ്പ് കുടിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ബ്രോക്കോളിൻ്റെ ക്ലിയർ സൂപ്പായിരുന്നു. ചിക്കൻ സൂപ്പിനെ കഴിഞ്ഞും ടേസ്റ്റി ആയിരുന്നു. അത് ക്ലിയർ സൂപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞതാ പിന്നെ നമ്മുടെ ഏരിയ ഡെസേർട്ട് സെക്ഷൻ, പുഡിങ്സും കോക്കനട്ട് ഫ്ലാനും മൂസ് കേക്ക്, ഒരുപാട് വെറൈറ്റി ഡെസേർട്സ് ഒക്കെ ഉണ്ട്. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞങ്ങളിതാ റൂമിൽ വന്നു. എഡിറ്റിംഗ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഉണ്ട്. കുറച്ച് ഫൈനൽ ടച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്നു. അപ്പോൾ ചിക്കു എപ്പോഴും പറയും എവിടെ പോയാലും എഡിറ്റിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞ് പിണങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പം തീരും എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു വിഷമമാണ്. ചിലപ്പോൾ ഒക്കെ ഇടാൻ പറ്റാറില്ല, ചില എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. ഈ വീഡിയോ ഇടുമ്പോഴാണ് നിങ്ങളുടെ ഇൻട്രാക്ഷൻ വരിക, കമൻറ്റ് വരും, അതിൽ ഞാൻ റിപ്ലൈ കൊടുക്കും. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ജാക്യൂസിയിൽ വെള്ളത്തിൽ കിടക്കാനായിട്ട് വന്നതാണ്. വെള്ളം നിറയ്ക്കാനായിട്ട് ഇട്ടപ്പം ആ സമയത്ത് പാട്ടും വെച്ച് മൂപ്പര് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും മോളും കൂടെ കുറേ സമയം ജാക്യൂസിയിലായിരുന്നു. നല്ലൊരു മസാജിങ് എഫക്റ്റാണ് ഈ ജാക്യൂസി. കയറിയവർക്ക് അറിയായിരിക്കും. ആ വെള്ളത്തിൻ്റെ ആ ബബിൾസ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതെല്ലാം നമ്മുടെ ബോഡിയിലൊക്കെ മൊത്തം ഇങ്ങനെ ഒരു നല്ലൊരു മസാജിങ് ആണ് കിട്ടുക. ഞാൻ കയറിയില്ലാന്ന് വെച്ചാൽ ഇത്രയും ലേറ്റ് ആയില്ല. ഇത്രയും ലേറ്റ് ആയിട്ട് എനിക്ക് ചിലപ്പോൾ വെള്ളത്തിൽ കിടന്ന ചൂടുവെള്ളമാണ്. എന്നാലും ആർത്രൈറ്റീസ് ഒക്കെ ഉള്ളവർക്ക് അറിയായിരിക്കുമല്ലോ, രാത്രിയൊക്കെ വൈകിയൊക്കെ കുളിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. എന്തായാലും ഒരു ദിവസം കൂടെ നിൽക്കേണ്ടതല്ലേ, നാളെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. വല്ലതും വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനേ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ. നല്ല രസാക്കിളികളുടെ കളകളാരമൊക്കെ ആയിട്ട് നല്ലൊരു അനുഭവമാണ്. ഇനി ഈ റിസോർട്ടിലെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് 360 ഡിഗ്രി വ്യൂ. നമുക്കത് കാണാനായിട്ട് ടെറസിലേക്ക് പോകാം. നല്ല രസമുണ്ട്. ഇപ്പോഴും കാണാൻ ഭംഗിയാണ്. പുലർച്ചയ്ക്കാണ് ഏറ്റവും ഭംഗി എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല. ഈ സമയത്തും നല്ല ഭംഗി തന്നെയായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല രസമാണ്. രാത്രി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ കുട്ടികളൊക്കെ നിറച്ചും ഇരുന്ന് കളിക്കുന്നു. പാട്ടൊക്കെ നല്ല വോളിയത്തിൽ വെച്ച് ഡാൻസൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തു കേട്ടോ. ചിക്കുവിന് കുറേ ഡാൻസൊക്കെ കളിക്കണമെന്നൊക്കെ പറഞ്ഞെടുത്തു. അങ്ങനെ റിസോർട്ടൊക്കെ കുറേയൊക്കെ ചുറ്റിക്കറിയൊക്കെ കണ്ടു. ഇപ്പം ലഞ്ച് കഴിക്കാനായിട്ട് വന്നതാണ്. രാത്രിയാണെങ്കിലും ഞങ്ങളടുത്ത് ഓടി വന്ന് ഞങ്ങൾക്ക് സെർവ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഉഷാറായിട്ട് ഓടി നടന്ന കുട്ടിയാണിത്. ശാലിനി എന്നാണ് പേര്. ട്രിവാൻഡ്രംകാരിയാണ്. ഞങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ ആന സവാരി നടത്തുന്ന സ്ഥലമുണ്ട്. ഞങ്ങളിത് ഇവിടെ എത്തി. ആനപ്പുറത്ത് കയറി നമുക്കിങ്ങനെ സവാരി നടത്താം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ചിക്കു ഉള്ളത്.
അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ഒരു ഫാമിലി ഇങ്ങനെ പോകുന്നുണ്ട്, 3 പേർക്ക് കയറാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾ താഴേന്ന് ചവിട്ടി മേലോട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ ആനയുടെ പുറത്തോട്ടാണ് കാലെടുത്ത് വെച്ചിട്ട് കയറേണ്ടത്. 3 പേർക്ക് കയറാമെന്നൊക്കെ പറഞ്ഞു, ഞാൻ പക്ഷേ കയറില്ല കേട്ടോ. എനിക്ക് ഹൈറ്റ് പേടിയാണ്, ഹൈറ്റ് എന്ന് താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അക്രോഫോബിയ എന്ന് പറയും. ഉണ്ടാകും, ഇല്ലാതിരിക്കില്ല. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കൊരു കമ്പനി ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ ആനയുടെ പുറത്താണ് ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടോ ചിക്കു. അത് കഴിഞ്ഞ് ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം. ഇവിടെ ആനപ്പുറത്ത് കയറാനായിട്ട് ഒരാൾക്ക് 500 രൂപയാണ് റേറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റിസോർട്ടിൽ വന്ന് റൂമിൽ വന്ന് ചായയൊക്കെ കുടിച്ചു. റൂമിൻ്റെ നമ്മുടെ കോട്ടേജിൻ്റെ തൊട്ട് താഴെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ഇവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ചിക്കു റീൽസ് എടുക്കുകയൊക്കെ ചെയ്തു. ഇനി നേരെ ഇൻഫിനിറ്റി പൂളിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ചിക്കുവും സൈത്തേട്ടനും പൂളിലിറങ്ങി. നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇൻഫിനിറ്റി ഓപ്പൺ ആയിട്ടുള്ള പൂളല്ലേ, അപ്പോൾ എന്തായാലും ചൂടുവെള്ളം ഇല്ല, തണുത്ത വെള്ളം തന്നെയാണ്. അപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കോച്ചി പിടിച്ച് ആ വഴിക്ക് അങ്ങനെ തന്നെ എന്നെ പൊക്കി കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ഇവിടെ തന്നെ സൈഡിലിരുന്ന് കാണാം. ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. ഈ പൂളിൽ ഇറങ്ങണമെന്നില്ല, പൂളിലിറങ്ങി അത് വേറൊരു രസം. അങ്ങനെ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി പുറത്തിറങ്ങുമ്പോഴാണ് തണുപ്പ് ശരിക്കും അറിയുന്നത്. പുതച്ചിട്ടൊക്കെയാണ് പോകുന്നത്, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. നേരെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്ന് ഇവിടെ ചിക്കവും സൈത്തേട്ടനും കൂടെ ഫൂസ്ബോൾ കളിക്കുകയാണ്. ഇവിടെ ഒരു റിക്രിയേഷൻ റൂം ഉണ്ട് കേട്ടോ. അതിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ജിമ്മുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബിയർ പാർലറുണ്ട്. ഇപ്പം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നതാണ്. ശാലിനി ഇടതാ നമ്മുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു സ്റ്റാഫിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് സർവീസിൽ താല്പര്യമായിട്ട് സർവീസിലേക്ക് നിൽക്കുന്നവരാണ് ഇവരൊക്കെ. ബുഫേ തന്നെയായിരുന്നു, എന്നാലും സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ ശാലിനി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്നേഹവും ഭയങ്കര പൊളൈറ്റായിട്ടുള്ള ഒരു പ്രത്യേക നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കുട്ടിയാട്ടോ. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എന്താ പറയുക, വളരെ സ്നേഹത്തോടെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നമ്മളെ അടുത്തൊക്കെ പെരുമാറുന്നത്. അത്രയും നല്ല സ്റ്റാഫാണ്. ഇത് ശരിക്കും ഈ റിസോർട്ടിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായിട്ടോ. അന്ന് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ടേബിളിൽ ഒരു ഫാമിലി വന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കഴിച്ചവർ എണീറ്റ് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ക്ലീൻ ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല, അപ്പോഴത്തേക്കും ഇവർ വരികയും ചെയ്തു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ കുട്ടിയോട് അവർ പറഞ്ഞൊരു ടോണുണ്ട്. അത് കേട്ടാൽ ശരിക്കും നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. ഏത് രീതിയിൽ വേണേലും അവർക്ക് പറയാമല്ലേ, ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ടേബിൾസ് അപ്പുറത്തൊക്കെ ഒഴിഞ്ഞ് കിടപ്പുണ്ട്, അപ്പോൾ അവിടേക്ക് വേണേൽ മാറിയിരിക്കാം. പക്ഷേ ഇവിടെ തന്നെ ഈ ഒരു ടേബിളിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടങ്ങ് എന്നാൽ പറയുന്നതിന് ഒരു മയത്തിൽ പറയാ അതില്ല, വല്ലാതെ ഹാർഷായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ ആ കുട്ടി അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടോ. അത് നമ്മൾ ഇപ്പം ശരിയാക്കി തരാം അങ്ങനെയെന്നൊക്കെ പറഞ്ഞതൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾക്കതങ്ങ് കൊള്ളും. കാരണം അവർ നമ്മളെപ്പോലെ തന്നെ ഉള്ള മനുഷ്യരാണ്, നമ്മുടെ മക്കളെപ്പോലുള്ള കുട്ടികളാണ് ഇതൊക്കെ. അപ്പം നമുക്ക് എന്തായാലും അത് കൊള്ളും ഇങ്ങനത്തെയൊക്കെ കേൾക്കുന്ന സമയത്ത്. നമ്മൾ എപ്പോഴും നമ്മളെ മക്കളായിട്ട് തന്നെയാണ് വിചാരിക്കുക. ശരിക്കും നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് തരുന്നവരെ സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളത് അവരെ കഴിഞ്ഞും കൂടുതൽ ആവശ്യം നമുക്കാണെന്നുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള ഇൻസിഡൻസ് ഒക്കെ നടക്കുമ്പോഴേ അവിടുത്തെ സ്റ്റാഫാണ്, അവർക്ക് ഒരു പക്ഷേ അത് പുറത്ത് കാണിക്കാൻ പാടില്ലായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ എത്രത്തോളം വിഷമം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം എത്രത്തോളം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിലും ഇങ്ങനെ മനസ്സ് വിഷമിച്ച ഒരാളാണത് സെർവ് ചെയ്ത് തരുന്നതെങ്കിൽ ആ ഒരു എനർജി ആയിരിക്കും നമ്മളിലേക്ക് ഫുഡിലൂടെ വരിക. എനർജി എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കില്ല, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു കാരണവും ഇല്ലാതെ വിഷമം തോന്നുന്നു, എന്താണെന്നറിയില്ല, എന്തോ ഒരു വിഷമം എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയങ്ങളില്ലേ, അതെന്ന് പറയുന്നത് ഇതുപോലുള്ള എനർജിയുടെ ഒഴുക്കുകളാണ്. പലയിടത്തുനിന്നും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് തരുന്നവർ മാത്രമല്ല, എല്ലാവർക്കും നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവർക്കും സന്തോഷം തന്നെ കൊടുക്കുക, സ്നേഹം തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മളിലേക്കും ഈ സന്തോഷവും സ്നേഹവും ഒഴുകിക്കൊണ്ടേയിരിക്കും അല്ലേ. വലിയ തത്വമൊന്നും പറയില്ല, എന്നാലും അത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല. അത്രയും മനസ്സിൽ ഒരു വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. പിറ്റേ ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ തേക്കടി ലേക്കിൽ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ട് ഇവിടുത്തെ ബസ്സിലാണ് കേട്ടോ നമ്മൾ കാട്ടിലേക്ക് പോകുന്നത്. അവിടെയാണ് ലേക്ക് ഉള്ളത്.
പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അങ്ങോട്ട് അലൗഡ് അല്ല. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ആ ഒരു വ്യൂ തന്നെ നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ബോട്ടിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു ചെറിയ വീഴ്ച വീണു. കാല് ഒന്ന് മടങ്ങി മുട്ടും കുത്തി വീണതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. എണീറ്റ് പിന്നെ ഞങ്ങൾ നടന്നു നേരെ ബോട്ടിലേക്ക് കയറി. വേദന ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകുമ്പോൾ അതൊന്നും അറിയുന്നില്ല. രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കിക്കൊണ്ട് വരുമായിരുന്നു, ക്യാമറയെ നോക്കി നടന്ന് വീണു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി കേട്ടോ. നല്ല രസമാണ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനായിട്ട്. അങ്ങനെ ഇതാ ബോട്ട് പുറപ്പെട്ടു. വളരെ പതുക്കെയാണ്, സൗണ്ട് ഇല്ലാണ്ടാണ് ബോട്ട് പോവുക. കാരണം മൃഗങ്ങളെ ഒന്നും ശല്യപ്പെടുത്താതെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ചില മൃഗങ്ങളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് വന്നിട്ട് നിൽക്കുന്നത് കാണാം കേട്ടോ. രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ ആനയും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാട്ടുപന്നികളും കാട്ടുപോത്ത് അങ്ങനത്തെ ഉള്ള മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. 1 മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട്. പിന്നെ തിരിച്ച് ഇവിടെ വന്ന് കുറേ സമയം ഞങ്ങൾ ഇവിടെ പുഴയുടെ തീരത്ത് തന്നു കേട്ടോ. വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. നല്ല രസമാണ് ഇവിടുന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ. റീൽസൊക്കെ എടുക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കാം. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കാൻ. നമ്മൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഉള്ള ഭംഗിനെ കഴിഞ്ഞ് കൂടുതൽ ഭംഗി തോന്നും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇന്നിനിയിപ്പം നേരെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണം. തിരിച്ച് നടക്കുമ്പം അറിയുന്നുണ്ട് ഞാൻ എൻ്റെ കാലിൻ്റെ വേദന കൂടി വരുന്നത്. വീണ വേദനയില്ലേ അത്. അപ്പോഴത്തേക്ക് നല്ല വിശപ്പായി. ഉച്ച കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോയി. ഞങ്ങൾ വന്ന് വേഗം ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. ശാലിനി ഓടി വന്നു. സൂപ്പും സ്റ്റാർട്ടറായിട്ട് ചില്ലി ചിക്കനും ഒക്കെ കഴിക്കുകയാണ്. ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല സോഫ്റ്റ് ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ആലു പൊറോട്ട ഉണ്ടായിരുന്നു. പാസ്ത എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ ഞാൻ വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റി പാസ്തയാണ്. ഇപ്പോൾ വാങ്ങിച്ചത് ആൽഫ്രെഡോ പാസ്തയാണ്. ചുക്ക് ഫോർക്കൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് കൈതാൻ ഫോർക്ക്. അത്രയും നേരം ചപ്പാത്തി കൈ കൊണ്ടാണ് കഴിച്ചത്. പിന്നെ അത് കൈ കൊണ്ട് തന്നെയാണ് കഴിക്കുകയാണ്. അതിൻ്റെ ഒരു സുഖം വേറെ ഒന്നിനും കിട്ടില്ല അല്ലേ. പിന്നെ ചിക്കും മിൻറ്റ് ലൈമും ഞാൻ കോൾഡ് കോഫിയും ചേട്ടൻ വേറെ എന്തിൻ്റെ ഒരു ഷേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് കോൾഡ് കോഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേക ടേസ്റ്റ്. അടുത്ത കാലത്തൊന്നും ഇത്രയും രുചിയിൽ കോൾഡ് കോഫി കുടിച്ചിട്ടില്ല. അത്ര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് കഴിച്ചത് ചീസ് കേക്കും ബ്രൗണി വിത്ത് ഐസ്ക്രീമും ചോക്ലേറ്റ് കേക്കും. എല്ലാം അമേസിങ് ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡും ആസ്വദിക്കാം, പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാം, സ്റ്റേയും ആസ്വദിക്കാം എന്ന് പറയാൻ മൊത്തം എൻജോയ്മെൻ്റ് ആയിരുന്നു 2 ദിവസം. അങ്ങനെ വിശാലമായ ഫുഡടി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ കാല് കൊണ്ട് എനിക്ക് സാധാരണ നടക്കണ പോലെ നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം നല്ല വേദനയായി. നടക്കുക എന്നല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ നല്ല വീങ്കലായിരുന്നു. അപ്പം അവരവിടുന്ന് സ്പാ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് സമയം പോയി. ഓൾറെഡി ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോയി എല്ലാം പാക്ക് ചെയ്ത് പോകണം. പക്ഷേ എനിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒറ്റയ്ക്കല്ല, ചിക്കുവിനെ കൊണ്ട് മാത്രം എന്നെ പിടിച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് പിന്നെ 2 പേരും കൂടെ എന്നെ പിടിച്ച് പൊക്കി റൂമിലേക്ക് എത്തിച്ചു. കാരണം സ്റ്റെപ്പ് ഇറങ്ങണം എന്തായാലും. ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് റൂമിൽ പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ റൂമിൽ വന്ന് ചിക്കു നല്ലപോലെ തടവി തന്നു. ഒരു 1/2 മണിക്കൂറോളം മുറിവെണ്ണ ഇട്ട് കാല് തടവി തന്നു. തടവലിൻ്റെ കാര്യത്തിൽ ചിക്കു ബെസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ആരും എനിക്ക് തടവിയാൽ ശരിയാവില്ല. അത്രയും നന്നായിട്ട് തടവി തരും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കിടക്കുന്നതായിരുന്നു. ഞാൻ എണീറ്റില്ല. ഞാൻ കിടന്നുകൊണ്ട് തന്നെയാണ് തടവി തരുമൊക്കെ ചെയ്തത്. ചിക്കും സൈത്തണ്ണും കൂടെ തന്നെ എല്ലാം പാക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തടവലിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ കുഴിച്ചു ശ്രീ ചിക്കു. കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശാലിനിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നല്ല ഭംഗിയുള്ള വളയുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വളയാണ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം കൊടുക്കണ്ടേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വളയായിരുന്നു. ഞാൻ ഒറ്റ പ്രാവശ്യം അത് വള ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇട്ടത് കൊടുക്കാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു. എന്നാലും എന്തെങ്കിലും എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ. എന്ത് വിചാരിച്ചാലും സാരമില്ല എന്ന് വിചാരിച്ചു. ഞാനത് മോക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ആശംസയൊക്കെ അറിയിച്ചുകൊണ്ടുള്ളൊരു നോട്ട് എഴുതി കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചിക്കുവാണ് എഴുതുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തു എന്താണ് എഴുതേണ്ടതെന്ന്. ഇതുവരെയ്ക്കും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. എവിടെയും ഒരു റിസോർട്ടിലോ എവിടെയോ ഹോട്ടലിലോ എവിടെയും പോയിട്ട് ഇതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇതുവരെയ്ക്കും തോന്നിയിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തോന്നൽ. പക്ഷെ അത് ഒരു സന്തോഷമല്ലേ. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. ടിപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലിട്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെയിറ്റേഴ്സിനൊക്കെ ടിപ്പ് കൊടുക്കും. പുറത്തിറങ്ങി കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെക്യൂരിറ്റി ഉണ്ട്. പൊഴിഞ്ഞ വെയിലത്തും മഴയത്തും നിന്നിട്ട് കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ആൾ. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു തുക കൊടുക്കണം അല്ലേ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമൊന്നും ആയിരിക്കില്ല, നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യം തന്നെയായിരിക്കും. അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മതി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷങ്ങൾ വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാണ്. നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു 2 ദിവസം. കാലിൽ ചെറിയൊരു പരിക്ക് പറ്റിയെന്നുള്ളത് ഒഴിച്ചത് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ യാത്രകളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരുപാട് റിഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു കാര്യമാണല്ലേ. അതിനുവേണ്ടി ഒരുപാട് ദൂരത്തേക്ക് പോകണമെന്നില്ല, ഒരുപാട് പണം ചിലവാക്കണമെന്നില്ല, ചെറിയ ചെറിയ യാത്രകളായാലും മതി. നമ്മളെപ്പോഴും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിന് വേറെ ആർക്കും സാധിക്കില്ല, നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ തേക്കടിയൊക്കെ വരുന്ന സമയത്ത് താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വരാനും താമസിക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ. ഈ ഒരു കൊച്ചു വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.